വെൽക്കം ടു ഫിസിക്സ് വാല നീറ്റ് മലയാളം യൂട്യൂബ് ചാനൽ. എന്റെ പേര് ആരതി ആൻഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിന്റെ കട്ട് ഓഫ് എത്രയാണ്, എത്ര നീറ്റ് സ്കോർ ആണ് എനിക്ക് വേണ്ടത് ഈ ഒരു കോളേജിലോട്ട് എൻട്രി ചെയ്യാനായിട്ട്, എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സസ് നടക്കുന്നത്, ഇങ്ങനെയുള്ള പല സംശയങ്ങൾക്കും ഉള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നോക്കിക്കോളാം, എത്ര സീറ്റാണ് അപ്രോക്സിമേറ്റ്ലി ഉള്ളത്. 175, അതായത് 175 സീറ്റ് വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ കാണാനായിട്ട് സാധിക്കുക. അത്രയും MBBS സീറ്റാണ് ഇവിടെ ഉണ്ടാവുക. ഇനി ഓൾ ഇന്ത്യ കോട്ട നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലെ, നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മളുടെ ടോട്ടൽ സീറ്റുകളിൽ 15% എന്ന് പറയുന്നത് എത്രയാണ്? ഓൾ ഇന്ത്യ കോട്ടയാണ്. ഓക്കെ, ഓൾ ഇന്ത്യ കോട്ടയാണ്. ഇനി ബാക്കിയുള്ള 85% എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് കോട്ടയാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് ക്ലോസിംഗ് റാങ്ക്. ഞാൻ ഈ പറയുന്ന റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് ആണ് കേട്ടോ. നമ്മൾ സ്റ്റേറ്റ് ലെവൽ റാങ്ക് നോക്കുന്നതായിരിക്കും. അതിന് തൊട്ട് മുന്നേ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഓൾ ഇന്ത്യ റാങ്ക്, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നീറ്റ് എക്സാം എഴുതി നിങ്ങൾ അതിൻ്റെ സ്കോർ നോക്കി നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ആണല്ലേ. അപ്പോൾ ഇത് കിട്ടിയ പാടെ നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്യണം, എവിടെയായിരിക്കും എനിക്ക് കിട്ടാൻ സാധ്യത എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ ഏകദേശ റാങ്ക് റേഞ്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങളുടേത് ഏകദേശം 5000 to 7000 ആണെങ്കിൽ ഈ 15% നിങ്ങൾ വരും. ഇനി മക്കളെ, നമ്മൾ കേരളത്തിലുള്ള കുട്ടികളല്ലേ, കേരളത്തിലുള്ള കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് 85% സീറ്റിന് റിസർവേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലോസിംഗ് റാങ്ക് എത്രയാണ് വരേണ്ടത്? 3000 തൊട്ട് 5500 വരെയാണ് ക്ലോസിംഗ് റാങ്ക് വരേണ്ടത്, AIR. ഓക്കെ, ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 3000 തൊട്ട് 5500 വരെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പഠിക്കാം? നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBS ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇങ്ങനെയാണ് പ്രോസസ്സസ്. എങ്ങനെയാണ് ഈ 85%-ലോട്ട് ഈ ഒരു അലോട്ട്മെന്റിലോട്ട് നിങ്ങൾ കയറുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ചെയ്യേണ്ടത്? നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ, നീറ്റ് 2026 നിങ്ങൾ ആ എക്സാം അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്കോർ കിട്ടും അല്ലേ. ആ സ്കോർ ഏതാണ്? ആ ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ടിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ആ ഒരു സ്കോർ ഏതാണ്? നീറ്റ് സ്കോർ ആണ് അല്ലേ. നീറ്റ് സ്കോർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ നീറ്റ് സ്കോറിനെ ഞാൻ എന്ത് ചെയ്യും? കീമിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതായത് കീം കൺട്രോൾ ചെയ്യുന്ന അവരുടെ വെബ്സൈറ്റിലോട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങളുടെ നീറ്റ് സ്കോർ അവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്പെസിഫിക് ടൈം പീരീഡിലാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അത് നിങ്ങളെ നോട്ടിഫിക്കേഷൻസിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ നീറ്റ് സ്കോർ കീം സ്കോർ ആക്കി കൺവേർട്ട് ചെയ്യാൻ ഇപ്പം തൊട്ട്, അതായത് ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ സമയമുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ കയറിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളെ വെബ്സൈറ്റിൽ കയറിയിട്ട് അത് കീം സ്കോർ ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞങ്ങളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആവണ്ട. പക്ഷെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നീറ്റ് സ്കോർ എന്ത് ചെയ്യുക? നിങ്ങൾ കീം സ്കോർ ആക്കി കൺവേർട്ട് ചെയ്യുക. കീം സ്കോറിന്റെ ബേസിസിൽ ആ 85% സീറ്റിന് വേണ്ടിയിട്ട് ഒരു കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, കേരളത്തിലുള്ള കുട്ടികളുടെ റാങ്കിന്റെ ലിസ്റ്റ് ഉണ്ടാക്കും. ഈ റാങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് എന്ത് നടക്കാനായിട്ട് പോകുന്നത്? അലോട്ട്മെന്റുകൾ നടക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾക്ക് കീമിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലത്തെ, അതായത് കീം 2025 എപ്പോഴത്തെയാണ്? കീം 2025 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം എത്ര കേരള റാങ്ക് വേണം ഓരോ കാറ്റഗറിയിലത്തെ കുട്ടികൾക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നോക്കുക, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്നത് 594 ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ കൊല്ലത്തെ. അതായത് വീണ്ടും 600-നുള്ളിലാണ് നിങ്ങളുടെ റാങ്ക് സ്റ്റേറ്റിൽ കിട്ടണമെങ്കിൽ വരേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 815, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 673, PH ആണെങ്കിൽ 799, LA കാറ്റഗറി ആണെങ്കിൽ 1200, DV കാറ്റഗറി 3857, വിശ്വകർമ്മയാണെങ്കിൽ 820, BX കാറ്റഗറി 1351, KN കാറ്റഗറി 8247, KU കാറ്റഗറി 14879, SC ആണെങ്കിൽ 9173, ST ആണെങ്കിൽ 17812.
2 ആൻഡ് EW കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ 1498. അതുകൂടാതെ CC, DA, DK, PO അങ്ങനെ XS ഇങ്ങനെ വേറെയും പല കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസിന്റെ എല്ലാം റാങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനായിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈസി ആയിട്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. കീമിന്റെ വെബ്സൈറ്റിലോട്ട് പോയിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കിട്ടുന്നതായിരിക്കും. ഇതിൽ എല്ലാ കോളേജസിന്റെയും അതായത് കേരളത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ കോളേജസിലോട്ടും അതേപോലെ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലോട്ടുമുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതായത് എന്തിന്റെ ലിസ്റ്റാണ് കിട്ടുക, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ നീറ്റ് സ്കോർ വെച്ച് നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടുക എന്നുള്ളത്. ഇത് ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയുമാണ് എനിക്ക് മക്കളോട് പറയാനായിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. സോ യെസ്, അപ്പം എന്ത് ചെയ്യുക, നല്ല കോളേജിന് വേണ്ടിയിട്ട് അല്ലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജ് കിട്ടാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ, നല്ല പോലെ പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ ആവട്ടെ. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എല്ലാം നല്ല അടിപൊളിയാവട്ടെ. ദിസ് ഈസ് മീ ആരതി സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ. ഓൾ ദ വെരി ബെസ്റ്റ്.